മുസ്ലിം വിരോധം മൂത്ത് രാമനെ കൊന്നു. കേരളത്തിലെ ആൾക്കൂട്ട കൊലപാതകത്തെ ഏറ്റവും നന്നായി സംഗ്രഹിക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഈ മനുഷ്യനെ ബ്ലർഡാക്കി കൊടുത്തിരിക്കുന്നത് മരിച്ച ആളുടെ ഫേസ് ആയതുകൊണ്ടാണ്. ഈ വ്യക്തിയെ ബംഗ്ലാദേശി ആണോടാ എന്ന് ചോദിച്ച് ആക്രമിക്കുകയും വ്യാജമായി ഇദ്ദേഹത്തിന് നേരെ തെഫ്റ്റ് അഥവാ കളവ് ആരോപിക്കുകയും മറ്റും ചെയ്യുകയും ഇദ്ദേഹത്തെ തല്ലിക്കൊല്ലുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട്. ആധാർ കാർഡിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്. രാം നാരായൺ ബഗേൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന്റെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദുരവസ്ഥകളിൽ ഒന്നായ ഇസ്ലാമോഫോബിയയുടെ ചിത്രമാണ് ഇത്. സമാനമായി ലോകത്ത് പല സ്ഥലങ്ങളിലും പല ആൾക്കാർക്കും ഉണ്ടാകും. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ ഉണ്ടാകാറുണ്ട്, നമ്മുടെ അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ ഉണ്ടാകാറുണ്ട്. അതൊന്നുമില്ല എന്നല്ല, പക്ഷേ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു കാരണത്തിന് നേരെ കണ്ണടക്കേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ രാമനെയാണ് കൊന്നത്. ഇദ്ദേഹം ഗാന്ധിയുടെ രാമൻ എന്ന് പറഞ്ഞാൽ ഇത് രാം നാരായൺ എന്നാണ് പേര്. മഹാത്മാഗാന്ധിയും വിവേകാനന്ദനും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന രണ്ട് വാക്കുകളാണ് ഗാന്ധിജി രാമനും വിവേകാനന്ദൻ ദരിദ്ര നാരായണനും. ഈ രാജ്യത്തെ ദരിദ്ര നാരായണൻ, അതായത് ദരിദ്രന്മാരായ ദൈവങ്ങളോടാണ് നമുക്ക് കടമ വേണ്ടതെന്നാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞിരുന്നത്. ഇയാളുടെ പേര് തന്നെ രാം നാരായൺ എന്നാണ്. അപ്പൊ ഈ ദരിദ്ര നാരായണനായ മനുഷ്യൻ കേരളത്തിൽ 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഇയാളെയാണ് കളവ് ആരോപിച്ച് ബംഗ്ലാദേശി അല്ലേടാ എന്ന് ചോദിച്ച് തല്ലിക്കൊന്നത്. ഇതിനേക്കാൾ വിഷമകരമായ ഒരു കാര്യം എന്താണ്? ക്ലിയർ ആയിട്ട് പിക്ചർ ബ്ലർ ചെയ്ത് മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട പിക്ചർ ഇട്ടത്. ഗാന്ധിജിയും ഇതേപോലെ ഇസ്ലാമോഫോബിയ മൂത്താണ് കൊന്നത്. ഇത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ജീവിതത്തിൽ അല്ലെങ്കിൽ ലോകത്ത് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഒരിക്കലും മനസ്സമാധാനം സ്ഥാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ചെയ്യുന്നത് പാലക്കാട് വാളയാർ അട്ടപ്പളത്ത് ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളി ന്യൂസ് 18 വാർത്തയാണ്. നടക്കും. തൃശൂർ മെഡിക്കൽ ഉള്ളതിൽ ന്യൂസ് 18 ആണ് ഏറ്റവും കൂടുതൽ റൈറ്റ് ലീനിങ് അല്ലെങ്കിൽ റൈറ്റിന്റെ സെന്റിമെന്റ്സിനെയും കൂടെ അക്കോമഡേറ്റ് ചെയ്ത് ഒരു മുഖ്യധാരാ മാധ്യമം എന്ന രീതിയിൽ അവർ അവരുടെ ജോലി ചെയ്യുന്നതാണ്. കുറച്ച് റൈറ്റ് ലീനിങ് ഒക്കെയാണ്. അപ്പം ഈ ന്യൂസ് 18 വാർത്ത പോസ്റ്റ്മോർട്ടം നടപടികൾ. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന രാമനാരായണൻ ഭയ്യ എന്ന 31-കാരനെയാണ് സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. മോഷ്ടാവാണെന്ന് പറഞ്ഞാണ് ഇയാളെ തടഞ്ഞു വെച്ചത്. ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ബന്ധപ്പെട്ട 15 പേരെ വാളയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബംഗ്ലാദേശി എന്ന് പറഞ്ഞ് മുഖത്തടിക്കുകയാണ്. അതായത് ബംഗ്ലാദേശി എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്നുള്ളതിന്റെ യൂഫെമിസമാണ്. യൂഫെമിസം എന്ന് പറഞ്ഞാൽ വളഞ്ഞു കെട്ടി പറയുക. നീ ബംഗ്ലാദേശി അല്ലേടാ എന്ന് പറഞ്ഞാൽ നീ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്ന മുസ്ലിം അല്ലേ, ഇൻഫിൽട്രേറ്റർ അല്ലേ എന്ന് പറഞ്ഞ് അവരെ തല്ലുകയാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലും ഈ തീവ്ര വലത് നിൽക്കുന്ന ചില ആൾക്കാരാണ്. അവരുടെ പാർട്ടി അഫിലിയേഷൻസും കാര്യങ്ങളും ഒക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. കുറച്ചു വർഷം മുമ്പ് ചിലരെ ആക്രമിച്ച കേസിലൊക്കെ പ്രതിയാണ്. തീവ്ര വലതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. നമ്മുടെ രാജ്യത്തിന്റെ ദുരവസ്ഥ ആലോചിച്ച് നോക്കുക. ഈ ദുരവസ്ഥയിൽ നിന്നാണ് നമ്മുടെ രാജ്യം രക്ഷപ്പെടേണ്ടത്. ഈ ദുരവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിന് മാറ്റേണ്ടത്. ഇപ്പം ഒന്ന് റൈറ്റ് ലീനിങ് ആണെങ്കിൽ മറ്റൊന്ന് ലെഫ്റ്റ് ലീനിങ് ആയ ന്യൂസ് മിനിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ന്യൂസ് മിനിറ്റിൽ ആ ഡോക്ടറുടെ വാക്കുകളുണ്ട്. ന്യൂസ് മിനിറ്റിലെ ഡോക്ടറുടെ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടതാണ്. ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ നോ പാർട്ട് ഓഫ് ദി ബോഡി വിത്തൗട്ട് ഇഞ്ചുറീസ്, ശരീരത്തിൽ ഇഞ്ചുറി ഇല്ലാത്ത ഒരു ഭാഗം പോലും ഉണ്ടായിരുന്നില്ല. ആ രാം നാരായൺ എന്ന് പറയുന്ന ഹിന്ദുവായ ദളിതനായ വ്യക്തിയുടെ ശരീരത്തിൽ ഇഞ്ചുറി ഇല്ലാത്ത, മുറിവില്ലാത്ത, ഒടിവ് ചതവുകളില്ലാത്ത ഒരു ഭാഗം പോലും ഉണ്ടായിരുന്നില്ല. ആ രീതിയിലാണ്. അപ്പോൾ 2 സ്കൂളിൽ പോകുന്ന മക്കൾ ഇയാൾക്കുണ്ട്, ഒരു ഭാര്യയുണ്ട്. ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന 31 വയസ്സുകാരനായ വ്യക്തിയാണ്. എന്താ? ബംഗ്ലാദേശിയാണ്. ബംഗ്ലാദേശി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശി മുസ്ലിമാണ്. ഇവിടെ വന്ന് നമ്മുടെ സ്ഥലങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന xenophobia അല്ലെങ്കിൽ വംശീയത, വർഗീയത, വിദ്വേഷ രാഷ്ട്രീയം, ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഡിസംബർ 17-നാണ് അട്ടപ്പളം ഏരിയയിലാണ് യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചത്. ഏറ്റവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മോബ് അറ്റാക്ക് വാളയാറിലാണ്. ലോക്കൽ റെസിഡൻസ്, അട്ടപ്പളം ഏരിയയിലെ ലോക്കൽ റെസിഡൻസ് ആണ്. വാളയാറിൽ വെച്ചായിരുന്നു ഈ മോബ് അറ്റാക്ക് നടന്നത്. 80 ഇഞ്ചുറീസ്, അയാളുടെ ശരീരത്തിൽ 80 ഇഞ്ചുറീസ് ആണ് ഉള്ളത്. എക്സ്റ്റെൻസീവ് ബ്ലീഡിങ്ങും മറ്റുമുണ്ട്. എത്ര വിഷമകരമായിട്ട് ഉള്ള കാര്യമാണ്. 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ രാഷ്ട്രീയവും താല്പര്യവും എല്ലാം തീവ്ര വലതുപക്ഷത്തോട് ചേർന്നാണെന്നും എല്ലാ പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓർക്കുക, ഗാന്ധിജിയുടെ രാമനെയാണോ കൊന്നത്?
വിവേകാനന്ദൻ പറയുന്ന ദരിദ്ര നാരായണനെയാണ് കൊന്നത്. ഇന്ത്യയുടെ ആത്മാവിനാണ് മുറിവേറ്റിരിക്കുന്നത്. എവിടെ തെറ്റുപറ്റിയാലും ഓർക്കുക, ആ മുസ്ലിം വിരോധം മൂത്ത് ഒരു പാവപ്പെട്ട ദളിതനായ ഹിന്ദുവാണ് മരിച്ചത്. ഈ മുസ്ലിം വിരോധത്തിൽ, ഈ സോ കോൾഡ് ബംഗ്ലാദേശി വിരോധം, അതായത് ബംഗ്ലാദേശി വിരോധം എന്ന് പറഞ്ഞാൽ വളഞ്ഞു കെട്ടി മുസ്ലിം വിരോധം, ഇതിൽ ഈ ഇസ്ലാമോഫോബിയയിൽ നമ്മളാണ് ഇല്ലാതാകുന്നത് എന്ന് തിരിച്ചറിയണം. ബാബാ സാഹേബ് അംബേദ്കറുടെ രാംനാരായണനെയാണ്, മഹാത്മാഗാന്ധിയുടെ രാംനാരായണനെയാണ്, വിവേകാനന്ദ സ്വാമിയുടെ രാംനാരായണനെയാണ് അങ്ങനെ തല്ലിക്കൊന്നത്. അതിന് ശക്തമായ നടപടികൾ ഉണ്ടാകട്ടെ. അതോടൊപ്പം നമ്മുടെ മനസ്സിലെ വിദ്വേഷവും വെറുപ്പും ഇല്ലാതാകട്ടെ. ആ വിദ്വേഷവും വെറുപ്പുമാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ ഇസ്ലാമോഫോബിയയും തെറ്റാണ്, ഹിന്ദു ഫോബിയയും തെറ്റാണ്, ക്രിസ്ത്യൻ ഫോബിയയും തെറ്റാണ്. ആ വിദ്വേഷ രാഷ്ട്രീയം, എല്ലാ തരത്തിലുള്ള വിദ്വേഷങ്ങൾ ഇല്ലാതാക്കാനായി നമുക്ക് ശ്രമിക്കാം. ജയ് ഗാന്ധി, ജയ് ഹിന്ദ്.